നമ്മളെപ്പോഴും ഞരമ്പ് മലയാളികൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് ഞരമ്പ്. അപ്പോൾ എന്താണ് ഈ ഞരമ്പ്? സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടറോട് നിങ്ങൾ പോയി പറയുമ്പോൾ ഞരമ്പിന് നീർക്കെട്ടാണ്, അല്ലെങ്കിൽ ഞരമ്പ് തടിച്ച് കിടക്കുന്നു, ഞരമ്പിൽ രക്തം കട്ട പിടിച്ചു, അല്ലെങ്കിൽ ഡിസ്ക് വന്ന് ഞരമ്പെ തട്ടുന്നു. ഈ ഞരമ്പെല്ലാം ഒന്നാണ്? ഒരിക്കലുമല്ല. നമ്മുടെ ശരീരത്തിൽ ഈ ഞരമ്പെന്ന് 3-4 കാര്യങ്ങൾക്കാണ് കോമൺ ആയിട്ട് വിഷയം. അപ്പോൾ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണിത്. കാരണം ഈ മലയാളി എപ്പോഴും കൺഫ്യൂഷൻ അടിക്കുന്നൊരു പ്രശ്നമാണിത്. എന്താണ് ഈ ഞരമ്പ്? ഞരമ്പിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി പറയാം. എന്താണ് ഈ ഞരമ്പ്? ഈ ഞരമ്പെന്ന് മലയാളി 4 കാര്യങ്ങൾക്കാണ് കോമൺ, 3 കാര്യങ്ങൾക്കാണ് പ്രിഡോമിനൻ്റ് ആയിട്ട് പറയുന്നത്. 1 ആർട്ടറി, 2 വെയിൻ, 3 നെർവ്. ഈ 3 ഞരമ്പെന്നാണ് സാധാരണ ആളുകൾ പറയാറ്. അപ്പം എന്താണ് ഈ ആർട്ടറി, എന്താണ് ഈ വെയിൻ, എന്താണ് നെർവ്? നമ്മുടെ വീട്ടിൽ നമുക്കറിയാം കുറേ വെള്ളം കൊണ്ടുവരുന്ന ഇതുകൊണ്ട് തന്നെ പ്ലംബിംഗ് എന്ന് വിളിക്കില്ലേ. പ്ലംബിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വീട്ടിൽ പൈപ്പിലോട്ട് വെള്ളം വരുത്തുന്ന ഒരു പ്രോസസ്സാണ് പ്ലംബിംഗ്. ആ വെള്ളം വരുന്നു, വെള്ളം നമ്മുടെ പൈപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നു, പാത്രം കഴുകുന്നു, അത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ പുറത്തോട്ട് പോകുന്നു. ഇതാണല്ലോ പ്ലംബിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്ലംബിംഗ് നല്ല വെള്ളം വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ മുനിസിപ്പൽ പൈപ്പിൽ നിന്ന് വരുന്ന നല്ല വെള്ളം വരുന്നത് സാധാരണ ശുദ്ധമായ വെള്ളം വരുന്നതിനെയാണ് ആർട്ടറി എന്ന് വിളിക്കുന്നത്. അപ്പം ശുദ്ധരക്തം ക്യാരി ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്നതനുസരിച്ച് ശുദ്ധമായ രക്തം, അതായത് ഓക്സിജനൊക്കെയുള്ള നല്ല രക്തം ഇപ്പോൾ നമ്മുടെ കോശങ്ങളിലേക്ക് കൊണ്ട് കൊടുക്കുന്ന പണി ചെയ്യുന്ന രക്തക്കുഴലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആർട്ടറി എന്ന് വിളിക്കുന്നത്. പൈപ്പുകളെയാണ് ആർട്ടറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൃദയമുണ്ട്, ഹൃദയം ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ലങ്സിൽ നിന്ന് അതിലോട്ട് ഓക്സിജൻ വരും. ഓക്സിജൻ വന്നിട്ട് ചില പൈപ്പുകളിലൂടെ കയറി നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകും. കോശം അതിൽ നിന്ന് ഓക്സിജനൊക്കെ വലിച്ചെടുക്കും. ഓക്സിജൻ വലിച്ചെടുത്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഈ കോശങ്ങളിൽ നിന്ന് കയറുകയും ചെയ്യും. അങ്ങനെ കയറി കഴിയുമ്പോൾ അശുദ്ധ രക്തം ഉണ്ടാകും. ഈ അശുദ്ധ രക്തം എന്തൊരു പുറത്ത് കിടക്കാൻ പറ്റില്ലല്ലോ, അത് വീണ്ടും ഹൃദയത്തിലോട്ട് വരണ്ടേ? ഹൃദയത്തിലോട്ട് വരുന്ന ചീത്ത രക്തത്തെ ഹൃദയത്തിലോട്ട് കൊണ്ടുവരുന്ന പൈപ്പുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വെയിൻസ് എന്ന് വിളിക്കുന്നത്. ഇതിന് നമുക്ക് എന്തോട് ഉപമിക്കാം? നമ്മുടെ പൈപ്പ് തുറന്ന് നമ്മൾ പാത്രമൊക്കെ കഴിയുമ്പോൾ അഴുക്കായി കഴിഞ്ഞ് താഴത്തോട്ട് പോകുന്ന പ്ലംബിംഗ് ലൈൻസ് ഇല്ലേ, വേസ്റ്റ് പോകുന്ന പൈപ്പ് ലൈൻസ്, അതിനെയാണ് വെയിൻസ് എന്ന് വിളിക്കുന്നത്. വെയിൻസ് ഈ ചീത്ത രക്തത്തിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് രണ്ടും പ്ലംബിങ്ങിൻ്റെ പാർട്ടായിട്ട് കണക്ക് കൂട്ടാം. ആർട്ടറി ആണെങ്കിലും വെയിൻസ് ആണെങ്കിലും. ആർട്ടറിയിലൂടെ ശുദ്ധമായ രക്തം ഒരു ശരീരത്തിലോട്ട് ഒഴുകുന്നു, വെയിൻസിൽ അശുദ്ധമായ രക്തം മുകളിലോട്ട് വരുന്നു. എവിടെയാണ് ഈ ആർട്ടറീസ് കാണുന്നത്? പലപ്പോഴും ആർട്ടറീസ് കാണുന്നത് കുറച്ച് ഡീപ്പായിട്ടാണ്. നമ്മൾ സ്കിന്നിൽ നോക്കിയാൽ നമുക്ക് ആർട്ടറി കാണത്തില്ല. പക്ഷേ പലപ്പോഴും നമ്മൾ ഇങ്ങനെ പിടിച്ച് നോക്കത്തില്ലേ, പൾസ് നോക്കും, നാഡി എന്നൊക്കെ വിളിക്കും ചിലർ, നാഡി ചികിത്സ എന്നൊക്കെ പറയാം. അപ്പം ആ പൾസ് എന്ന് പറയുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ഹാർട്ട് റേറ്റൊക്കെ നമ്മൾ നോക്കുന്നത് എവിടെയാണ്? ആർട്ടറിയിലാണ്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എത്രയാണ് നമ്മുടെ പൾസ് റേറ്റ് എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഈ കയ്യിൽ പിടിച്ച് നോക്കത്തില്ലേ, അത് ആർട്ടറിയാണ്. അതുപോലെ നമ്മൾ ബി പി നോക്കി ഇവിടെ സ്റ്റെത്ത് വെക്കത്തില്ലേ, അതൊക്കെ ആർട്ടറിയിലാണ്. പക്ഷേ വെയിൻസിന് നമുക്കിവിടെ കാണാം, പച്ച കളറിൽ നമ്മുടെ ശരീരത്തിലെ പല സ്ഥലങ്ങളിലും കാണും. അപ്പോൾ പച്ച കളറിൽ നമ്മുടെ കാലിലൊക്കെ ഉള്ളേ, കാലുകളിലും ചെറിയ സ്കിൻ്റെ തൊട്ട് താഴത്തായിട്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ കൈ പിടിച്ച് നോക്കിയാൽ നമുക്കിവിടെ കാണാം, അത് വെയിൻസാണ്. അത് ചീത്ത രക്തമുള്ളതാണ്, കുറച്ച് പച്ച കളറിൽ അത് കാണും. ഇവിടെയൊക്കെ കാണും, ഇത് കണ്ടു, ഇതെല്ലാം വെയിൻസാണ്. അതുപോലെ നമ്മൾ നിൽക്കുമ്പോൾ ചിലർക്ക് വേരിക്കോസ് വെയിൻസ് കാണും, അടിച്ച് കിടക്കുന്നു എന്ന് പറയും, മുഴച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ സ്കിന്നിൽ പച്ച കളർ കിടക്കുന്നു, അതെല്ലാം വെയിൻസാണ്. അപ്പം ആർട്ടറി റെഡാണ്, കാരണം ശുദ്ധമായ രക്തമാണ്. വെയിൻസ് കുറച്ച് പച്ച കളറിലാണ് കാണുന്നത്. അപ്പം അതാണ് ആർട്ടറിയും വെയിനും തമ്മിലുള്ള വ്യത്യാസം. അപ്പം വെയിൻസ് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഇതുകൊണ്ടാണ് പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നുള്ളൂ, ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യുന്ന കൊറോണറി ആർട്ടറീസിനെ ബ്ലോക്ക് ആകുന്നു. അത് എന്താണ്? ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കയ്യിൽ ഇവിടെ രക്തക്കുഴൽ അടഞ്ഞു പോയി കൈ കറുത്തു പോകുന്നു. ഇതെല്ലാം ആർട്ടറിയുടെ പ്രശ്നങ്ങളുണ്ടാകുന്നതാണ്. വെയിൻസിനാണെങ്കിൽ എന്താ പറയുന്നത്? സാധാരണ കാല് നീർവീഴ്ച, വേരിക്കോസ് വെയിനാണ് സാധാരണ ഏറ്റവും കോമൺ വെയിൻസിനെ അഫക്റ്റ് ചെയ്യുന്നത്. ബ്ലഡിൽ ക്ലോട്ട് ഉണ്ടാകുക, ഇതൊക്കെയാണ്. അപ്പോൾ കാല് നീരായിട്ടായിരിക്കും പലപ്പോഴും ഈ വെയിൻസിനുണ്ടാകുന്ന അസുഖം വരുന്നത്. പിന്നെ അപ്പോൾ ഇത് രണ്ടും പ്ലംബിംഗ് ലൈൻസാണ്. ആർട്ടറി ആണെങ്കിലും വെയിൻ ആണെങ്കിലും ആർട്ടറിയിൽ ശുദ്ധമായ രക്തം വരുന്നു, വെയിൻസ് ചീത്ത രക്തത്തെ ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. അപ്പം ഇതാണ് ആർട്ടറി വെയിൻ. മൂന്നാമത്തെ ഞരമ്പ് നമ്മൾ പറയുന്നത് സാധാരണ വേറൊരു കാര്യമാണ്, നമ്മൾ നെർവ്സ്. ഈ നെർവ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതിനെ നമ്മൾ മലയാളം ഞരമ്പ് തന്നെയാണ് വിളിക്കുന്നത്. ഈ നെർവ്സ് നമ്മുടെ ശരീരത്തിൽ ഇവിടെ തൊട്ടു, അല്ലെങ്കിൽ ഇവിടെ മുറിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ തൊട്ടു, അയ്യോ എനിക്ക് വേദനിച്ചു. ഈ വേദന എന്നുള്ളത് എങ്ങനെ ഇവിടെ പോകണം? ബ്രെയിനിലെത്തണം. അപ്പം ഞാനിവിടെ തൊട്ടു എന്നുള്ളത് ചെറിയ നെർവ്സ് വഴിയാണ് എൻ്റെ ബ്രെയിനിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സന്ധികളിൽ നീര് വെച്ചുമ്പോൾ അവിടെ വേദന വന്നത് ബ്രെയിനിലോട്ട് പോകണ്ടേ? ആ ബ്രെയിനിലോട്ട് പോകണമെങ്കിൽ, അത് ബ്രെയിൻ പെർസീവ് ചെയ്യണമെങ്കിൽ ചെറിയ നെർവ്സിലൂടെയാണ് പതുക്കെ അത് ബ്രെയിനിലോട്ട് കയറിപ്പോകുന്നത്. അപ്പം നെർവ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് ആണ്. അപ്പോൾ ഇവിടെ കത്തി എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടു, അപ്പോൾ സ്വിച്ച് ഇട്ടെന്ന് വിചാരിക്കാം. ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ബ്രെയിനിൽ ബൾബ് കത്തണം, അല്ലെ ബ്രെയിനിൽ അത് നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെയാണ്? ബ്രെയിനിലാണ്. അപ്പോൾ ഒരു സ്വിച്ച് ഇട്ട് ലൈറ്റ് കത്തുന്നു, അപ്പോൾ അത് ഇലക്ട്രിക്കൽ വയറിംഗ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ വയറിംഗ് എന്താണ്? നെർവ്സ് ആണ്. പ്ലംബിംഗ് ലൈൻസ് എന്താണ്? ആർട്ടറിയും വെയിനുമാണ്.
അപ്പോൾ ഈ ഞരമ്പിൻ്റെ നെർവിൻ്റെ അസുഖങ്ങളിൽ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി എന്നൊക്കെ പറയും. ഡയബറ്റിക് ന്യൂറോപ്പതി എന്താ പറയുന്നത്? കയ്യിലും കാലും സൂചി കൊണ്ട് കുത്തുന്ന പോലെ പരിപ്പ് വരുന്നു, അല്ലെങ്കിൽ ചെരുപ്പ് ഭയങ്കരമായിട്ട് ചെരുപ്പ് തൊട്ടാൽ അറിയുന്നില്ല, അല്ലെങ്കിൽ കാല് പൊക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നു പോയി എന്നൊക്കെ പറയത്തില്ല. അതൊക്കെ പലപ്പോഴും നെർവ്സ് എഫക്റ്റ് ആകുന്നതുകൊണ്ടാണ്. കൈയുടെ ബലക്കുറവ് വരുന്നു, അല്ലെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയും. ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കയ്യിൽ ഭയങ്കര പെരുപ്പായിരിക്കും, ഇവിടെ ഈ നെർവ് കംപ്രസ് ആകുന്നതുകൊണ്ടാണ്. മരവിപ്പ്, പെരുപ്പ്, അല്ലെങ്കിൽ കാലിലെ ഫങ്ഷൻ, കാല് പൊക്കാൻ കാലിൽ കൂടുതൽ ഷുഗർ ഉള്ളവർക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് പെരുക്കുന്നു, സൂചി കൊണ്ട് കുത്തുന്നു, ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ഊരിപ്പോകുന്നു. ഇതൊക്കെ എല്ലാം വരുന്നത് നെർവ്സിൻ്റെ അഫെക്ഷനാണ്. അതുപോലെ നമ്മൾ ഡിസ്കിന് വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക് ഞരമ്പിൽ തട്ടുന്നു. ഡിസ്ക് എവിടെ തട്ടുന്നത്? നെർവ്സിലാണ് തട്ടുന്നത്. അതുകൊണ്ടാണ് ഷോക്ക് അടിക്കുന്ന പോലെ. അതായത് നമുക്കറിയാം, ഇത് എന്താ പറയുന്നത്, നമ്മുടെ 2 ഇലക്ട്രിക്കൽ ലൈൻ തമ്മിൽ ചെയ്ത് കഴിയുമ്പോൾ സ്പാർക്ക് വരും. അതുപോലെ സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും അതിൽ വരുന്നത്. മറ്റേത് ആർട്ടറിയും വെയിനും ആയതുകൊണ്ട് അതിൻ്റെ സിംറ്റം പലപ്പോഴും രക്തഓട്ടം കുറയുന്നതുകൊണ്ട്, രക്തം കെട്ട കിടക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ആർട്ടറിയിലും വരുന്നത്. അപ്പം സിമ്പിളായിട്ട് പറയുവാണ്, ഞരമ്പുകൾ എന്ന് പറയുന്നത് മൂന്നായിട്ട് നമുക്ക് 3 എണ്ണത്തിലെ മലയാളികൾ ഞരമ്പെന്ന് വിളിക്കും. ഒന്ന് ആർട്ടറിയും വെയിനുമാണ്. അത് പ്ലംബിംഗ് ലൈൻസാണ്. ആർട്ടറിയുടെ ശുദ്ധരക്തം വരുന്നു, വെയിൻസിലൂടെ ചീത്തരക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് വരുന്നു. മറ്റേ നെർവ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ലൈൻസുമായിട്ട് നമുക്ക് എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് ഉപമിക്കാം. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ ഞരമ്പിൻ്റെ പ്രശ്നം ആർട്ടറിക്കാണോ വെയിനാണോ നെർവിനാണോ എന്ന് കൃത്യമായിട്ട് ചോദിക്കുക. അപ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് നിങ്ങൾ അത് പറഞ്ഞു തരികയും ചെയ്യും.